Good morning. Our next topic is about deamination and urea cycle. അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഡിയാമിനേഷനും യൂറിയ സൈക്കിളിനെ കുറിച്ചാണ്. ഇതിന് മുന്നത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അബൌട്ട് ദി ടൈപ്സ് ഓഫ് എക്സ്ക്രീഷൻ ആണ്. അപ്പോൾ അതിൽ മോണോടെലിക്, യൂറിയോടെലിക് ആൻഡ് യൂറിക്കോടെലിക് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ അമോണിയ അല്ലെങ്കിൽ എങ്ങനെയാണ് യൂറിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പിന്നീട് അവിടുന്ന് എങ്ങനെയാണ് യൂറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ ഒരു ഇതാണ് അതിൻ്റെ ഒരു ഫിസിയോളജിയാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഡിയാമിനേഷൻ ഇസ് എ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ദി അമീൻ ഗ്രൂപ്പ് ആൻഡ് ഫോർമേഷൻ ഓഫ് ദി അമോണിയ. സാധാരണ മോണോടെലിക്കിലും അതുപോലെ യൂറിയോടെലിക്കിലും നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഡിയാമിനേഷൻ എന്ന് പറയുന്നത്. അതായത് അമോണിയ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത്. അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന അമിനോ ആസിഡിൽ നിന്നാണ്. ആ അമിനോ ആസിഡിൽ നിന്ന് ഈ അമോണിയ റിമൂവ് ചെയ്ത് ആ അമീൻ ഗ്രൂപ്പ് റിമൂവ് ചെയ്ത് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അതിനാണ് നമ്മൾ ഡിയാമിനേഷൻ വിളിക്കുന്നതും. അത് കഴിഞ്ഞിട്ട് ആ അമോണിയ മോണോടെലിക് ആയിട്ടുള്ള ഓർഗാനിസത്തിലാണെങ്കിൽ അത് ജസ്റ്റ് വിൽ ബി റിമൂവ്ഡ് ആസ് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ഇൻ ടു വാട്ടർ. ഓക്കെ. എന്നാൽ മറ്റു ഓർഗാനിസത്തിലാണെങ്കിൽ യൂറിയോടെലിക്കിലാണെങ്കിൽ ദാറ്റ് അമോണിയ വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു യൂറിയ ഓർ യൂറിക് ആസിഡ്. ഓക്കെ. ആ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് യൂറിയ സൈക്കിൾ ഓർ ഓർണിതൈസ് സൈക്കിൾ. അപ്പോൾ ഈ ടോപ്പിക്കാണ് നമുക്ക് ഇവിടെ കവർ ചെയ്യാനുള്ളത്. ഓക്കെ. സോ വാട്ട് ഈസ് ആക്ച്വലി യൂറിയ സൈക്കിൾ? അമിനോ ആസിഡ് ആണ് ഇവിടെ നമ്മുടെ ശരീരത്തിലുള്ള പ്രോഡക്റ്റ്. ഈ ശരീരത്തിലുള്ള അമിനോ ആസിഡ്സ്, അതായത് പ്രോട്ടീൻ്റെ ഭാഗമായിട്ടുള്ള സ്മോളർ സ്ട്രക്ചറാണ് അമിനോ ആസിഡ്. ദിസ് അമിനോ ആസിഡ് ആക്ച്വലി ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ് ആൻഡ് ദെൻ പ്രൊഡ്യൂസസ് അമോണിയ ഓർ യൂറിയ. and then ammonia just later will be converted into urea. അപ്പോൾ അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് നോക്കുക. അമിനോ ആസിഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ബേസിക് സ്ട്രക്ചർ നിങ്ങൾ ബയോകെമിസ്ട്രിയിൽ എവിടെയും പഠിക്കുന്നുണ്ടാവും. എത്ര ടൈപ്പ് അമിനോ ആസിഡ്സ് ഉണ്ട്? പ്രോട്ടിയോജനിക് അമിനോ ആസിഡ്സ് 20+21 ആണ് പ്രോട്ടിയോജനിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് വരുന്നത്. അമിനോ ആസിഡ്സിൻ്റെ പേരുകൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ബയോകെമിസ്ട്രിയിൽ പഠിക്കും. എനിവേ, അതിന് രണ്ട് പോർഷൻ ഉണ്ടാവും. ഒരു അമീൻ ഗ്രൂപ്പ് ഉണ്ടാവും, പിന്നെ അതിൻ്റേതായ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, അതല്ലാതെ ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ അമിനോ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അതിൽ അമിനോ ആസിഡ്സിൽ ദി അമിനോ ആസിഡ്സ് അണ്ടർഗോസ് ഓക്സിഡേഷൻ. ആ ഓക്സിഡേഷൻ പ്രോസസ്സ് നടക്കും. ആൻഡ് ഇൻ ദി പ്രോസസ് ദിസ് വിൽ റിമൂവ് ദി അമീൻ ഗ്രൂപ്പ്. ദി അമീൻ ഗ്രൂപ്പ് ആണ് വേസ്റ്റ് ആയിട്ട് അമോണിയ, അല്ലെങ്കിൽ ദാറ്റ് വിൽ ബി ആ പറയുന്ന അമീൻ ഗ്രൂപ്പ് വിൽ ബി റീസൈക്കിൾ ടു പ്രൊഡ്യൂസ് ഫർദർ അമിനോ ആസിഡ്സോ അല്ലെങ്കിൽ അതുപോലത്തെ ഡെറിവേറ്റീവ്സോ ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. അപ്പോൾ രണ്ട് ഫേറ്റാണ് ഈ പറഞ്ഞ അമീൻ ഗ്രൂപ്പിനുള്ളത്. ഒന്നെങ്കിൽ അതൊരു വേസ്റ്റ് ആയിട്ട് അമോണിയ ആയിട്ട് റിമൂവ് ചെയ്യാം, ഓർ അമോണിയ വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു അമിനോ ആസിഡ് ആവാം, അങ്ങനെ എന്തെങ്കിലും ആവാം. ഇനി ബാക്കി പോർഷൻ വിൽ ബി ഓക്സിഡൈസ്ഡ്. അപ്പോൾ ഈ ഓക്സിഡേഷൻ നടക്കുന്നതോടുകൂടി അമീൻ ഗ്രൂപ്പ് വിൽ ബി റിമൂവ്ഡ്. അതാണ് ഈ പറഞ്ഞ ഡീഅമിനേഷൻ എന്നുള്ള പ്രോസസ്സിൽ നടക്കുന്നത്. പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ദി അമീൻ ഗ്രൂപ്പ് പ്രൊഡ്യൂസിങ് അമോണിയ, അതാണ് സിംപ്ലി ഡീഅമിനേഷൻ. ഡി എന്ന് പറഞ്ഞാൽ ടു റിമൂവ്, കളയുക. ഓക്കെ, എന്ന അർത്ഥത്തിലാണ് ഡി എന്ന് പറയുന്നത്. ഡീആക്ടിവേറ്റ് ചെയ്ത് കളയുക, ഡിലീറ്റ് ചെയ്ത് കളയുക എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ ഡീഅമിനേഷൻ ഓഫ് അമിനോ ആസിഡ് ആണ് ആക്ച്വലി. ഓക്കെ. അപ്പോൾ അമിനോ ആസിഡിലുള്ള അമീൻ ഗ്രൂപ്പിനെ ഡിലീറ്റ് ചെയ്ത് കളയുക, റിമൂവ് ചെയ്ത് കളയുക എന്നുള്ള ആ ഒരു പ്രോസസ്സിനെ വിളിക്കുകയാണ്. ആൻഡ് ടു പ്രൊഡ്യൂസ് അമോണിയ. ഓക്കെ. ഡീഅമിനേഷൻ നടക്കുന്നതോടുകൂടി അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത് വിൽ ബി അമോണിയ ആൻഡ് keto acid or hydroxy acid. അപ്പോൾ ammonia is produced by deamination of amino acid along with a keto acid and hydroxy acid. അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡീഅമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ സിംപ്ലി ഇതാണ് ഒരു അമിനോ ആസിഡ്, അതിനൊരു ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്, കാർബോക്സിലിക് ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഒരു അമീൻ ഗ്രൂപ്പ് ഉണ്ട്. അതിൽ അമീൻ ഗ്രൂപ്പ് വിൽ ബി റിമൂവ്ഡ് ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ് വിൽ ബി ഓക്സിഡൈസ്ഡ് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു കാർബൺ ഡയോക്സൈഡ്. ഓക്സിഡേഷൻ നടന്ന് അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കാർബൺ ഡയോക്സൈഡ് വാട്ടർ ഉണ്ടാവാം, ഓർ ഇറ്റ് ക്യാൻ ബി ഫോം എ പാർട്ട് ഓഫ് ഗ്ലൂക്കോസ് ഓർ അസറ്റൈൽ കോഅമീൻ, അല്ലെങ്കിൽ ഏതെങ്കിലും കീറ്റോൺ ബോഡി ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അമിനോ ആസിഡിൻ്റെ പോർഷനായി മാറാം. എന്നാൽ അമീൻ ഗ്രൂപ്പ് വിൽ ബി റിമൂവ്ഡ് ആൻഡ് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു അമോണിയ. ഓക്കെ, അതിനാണ് ഡീഅമിനേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് അമോണിയ വിൽ ബി റിമൂവ്ഡ് ആസ് അമോണിയ ഇറ്റ്സെൽഫ് ഇൻ എ മോണോടെലിക്, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു യൂറിയ ഇൻ ലിവറിൽ പോയിട്ട് അവിടുന്ന് യൂറിയ ആയിട്ട് കൺവേർട്ടായി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ സൈക്കിളാണ് യൂറിയ സൈക്കിൾ. അപ്പോൾ ഡീഅമിനേഷൻ ആൻഡ് യൂറിയ സൈക്കിൾ.
So deamination is actually of two major types. രണ്ട് major types ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഓക്സിഡേറ്റീവ് ഡിയാമിനേഷൻ ആൻഡ് ഹൈഡ്രോലൈറ്റിക് ഡിയാമിനേഷൻ, അല്ലെങ്കിൽ വേറെ രീതി പറയുകയാണെങ്കിൽ ഓക്സിഡേറ്റീവ് ഡിയാമിനേഷൻ ആൻഡ് നോൺ ഓക്സിഡേറ്റീവ് deamination. First one, oxidative deamination, splitting of amino acid into ammonia and alpha keto acid in the presence of oxygen. Okay, oxygen യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നടന്നുകൊണ്ട് ഓക്സിജൻ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുക, ഇതാണ് ഓക്സിഡേഷൻ എന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്സിഡേഷൻ, റിഡക്ഷൻ, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഡെഫിനേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാം. ഇറ്റ് ഈസ് കാറ്റലൈസ്ഡ് ബൈ അമിനോ ആസിഡ് ഓക്സിഡേസസ് അല്ലെങ്കിൽ അമിനോ ആസിഡ് ഡീഹൈഡ്രേഷൻ. അപ്പോൾ ഒന്നെങ്കിൽ ഓക്സിജൻ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുക, അതിനാണ് ഓക്സിഡേഷൻ എന്നുള്ള പ്രോസസ്സ്. അപ്പോൾ ഇറ്റ് ഈസ് this reaction is actually catalyzed by either amino acid oxidases or amino acid dehydrogenases. ഈ എൻസൈമാണ്, ഇത് രണ്ടും സെയിം എൻസൈം തന്നെയാണ്. ഒന്നെങ്കിൽ ഓക്സിഡേഷൻ നടക്കുക അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ നടക്കുക, അതാണ് ഈ പറഞ്ഞ ഓക്സിഡേഷൻ എന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് ഇൻ 2 steps, 2 steps ആണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് അമിനോ ആസിഡ് വിൽ ബി ഓക്സിഡൈസ്ഡ് ഇൻ ടു ഇമ്യൂനോ ആസിഡ്. ഓക്കെ, അതിൻ്റെ സ്ട്രക്ചർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ ഇമ്യൂനോ ആസിഡ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു എ കീറ്റോ ആസിഡ് ആൻഡ് അമോണിയ. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഓക്സിഡേഷൻ ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ഹൈഡ്രോലിസിസ്. അപ്പോൾ കംപ്ലീറ്റഡ് ഇൻ 2 stages, ഓക്സിഡേഷൻ ആൻഡ് ഹൈഡ്രോലിസിസ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ അമിനോ ആസിഡ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഇമ്യൂനോ ആസിഡ്, അതാണ് ഓക്സിഡേഷൻ സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ ഇമ്യൂനോ ആസിഡ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു കീറ്റോ ആസിഡ് ആൻഡ് അമോണിയ. ആ സ്റ്റെപ്പിനാണ് ഹൈഡ്രോലിസിസ്, അതായത് വാട്ടർ യൂസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റെപ്പാണ് ഹൈഡ്രോലിസിസ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആൽഫ ഏതെങ്കിലും ഒരു അമിനോ ആസിഡ് നമ്മൾ എടുക്കുന്നു, ഏതെങ്കിലും അമിനോ ആസിഡ് ഗ്ലൈസിൻ, ആസ്പാർട്ടേറ്റ്, അങ്ങനെ എന്ത് അമിനോ ആസിഡ് ആണെങ്കിലും ഏതെങ്കിലും ഒരു അമിനോ ആസിഡ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഇമ്യൂനോ ആസിഡ്. ഓക്കെ, അപ്പോൾ ആ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള വ്യത്യാസമാണ്. ഒരു ഹൈഡ്രജൻ ഗ്രൂപ്പ് ഇവിടെ റിമൂവ് ചെയ്യാൻ ഡീഹൈഡ്രോജനേഷൻ നടക്കുന്നത്, ഇവിടെയുള്ള ഒരു ഹൈഡ്രജൻ ഗ്രൂപ്പ് ഇവിടുന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഹൈഡ്രജൻ H2 എന്നുള്ള ഇവിടെ ഒരു ഹൈഡ്രജൻ ഗ്രൂപ്പും ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ ഗ്രൂപ്പും, അങ്ങനെ ആ ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ പോകുന്നതോടുകൂടി അമിനോ എന്നുള്ളത് ഇമ്യൂനോ ആയി മാറുന്നു. ഓക്കെ, അതാണ് സ്ട്രക്ചറിൽ വ്യത്യാസമുള്ളത്. അതിൻ്റെ ഇടയിൽ കോ എൻസൈംസ് ഇവിടെ ഫ്ലാവിൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്ലാവിൻ വിൽ ബി ഗെറ്റിംഗ് ഹൈഡ്രജനേറ്റഡ് ആയിട്ട് ഫ്ലാവിൻ ഹൈഡ്രജനേറ്റഡ് ആവുന്നതാണ്. എൽ അമിനോ ആസിഡ് ഓക്സിഡേസ് എന്നുള്ള എൻസൈമിൻ്റെ ഏത് അമിനോ ആസിഡാണോ ആ അമിനോ ആസിഡിൻ്റെ പേരാണ് ഇവിടെ വരിക. ആ ഓക്സിഡേസിൻ്റെ സഹായത്തോടു കൂടി അത് അമിനോ ആസിഡ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ആൻ ഇമ്യൂനോ ആസിഡ്. ഓക്കെ, ഓക്സിജൻ യൂസ് ചെയ്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ഇവിടെ വേറൊരു ബൈ പ്രോഡക്റ്റ് ഇവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിന് ഓക്സിഡേഷൻ എന്നുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന ഫ്ലാവിൻ വിൽ ബി ഹൈഡ്രോജനേറ്റഡ് ഇൻ ദ പ്രോസസ്. അമിനോ ആസിഡ് വിൽ ബി ഡീഹൈഡ്രോജനേറ്റഡ് ടു പ്രൊഡ്യൂസ് ഇമ്യൂനോ ആസിഡ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഈ ഇമ്യൂനോ ആസിഡ് വിൽ ബി ആക്ച്വലി again will be സെയിം എൻസൈം, അത് തന്നെ ഓക്സിഡേസ് എൻസൈമിൻ്റെ സഹായത്തോടു കൂടി വിൽ ബി ഹൈഡ്രലൈസ്ഡ്, വാട്ടർ യൂട്ടിലൈസ് ചെയ്ത് ഇതിലുള്ള അമീൻ ഗ്രൂപ്പ്, ഈ പറഞ്ഞ അമീൻ ഗ്രൂപ്പ് വാട്ടർ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയും വാട്ടർ ഹൈഡ്രലൈസ് ചെയ്യുകയും ഇറ്റ് വിൽ പ്രൊഡ്യൂസ് അമോണിയ. ഓക്കെ, ഇവിടെ NH2 ഉണ്ടായിരുന്നു, NH4 ആവും, അമോണിയൻ അയോൺ ആയി മാറും. ഈ വാട്ടറിൻ്റെ H2 ഓട് മിക്സ് ചെയ്ത് ഹൈഡ്രോലിസിസ് ഉള്ള പ്രോസസ്സോടുകൂടി പറയുന്ന ബാക്കി വരുന്ന 2 ഹൈഡ്രജൻ ബാക്കി വരുന്ന ഇമ്യൂനോ ഗ്രൂപ്പ് വിൽ ബി റിമൂവ്ഡ് ആൻഡ് വിൽ പ്രൊഡ്യൂസ് എ കീറ്റോ ആസിഡ് ആൻഡ് അമോണിയം അയോൺ. ഓക്കെ, ഈ അമോണിയം അയോൺ ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ അമോണിയ ദെൻ വിൽ ബി റിലീസ്ഡ് ഇൻ ടു ദി സറൗണ്ടിങ്. അത് എക്സ്ക്രീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇറ്റ് ഓട്ടോമാറ്റിക്കലി വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു അമോണിയം ഹൈഡ്രോക്സൈഡ്. അങ്ങനെയാണ് അതിനെ ലെസ് ടോക്സിക് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഇതാണ് ഓക്സിഡേറ്റീവ് ഡീഅമിനേഷൻ. സിമ്പിളായി പറഞ്ഞാൽ 2 സ്റ്റെപ്സിൽ നടക്കുന്ന റിയാക്ഷനാണ് ഇൻ ദി പ്രസൻസ് ഓഫ് ഓക്സിജൻ ഓർ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. അതാണ് ഇവിടെ പ്രോസസ്സ് നടക്കുന്നത്. First step is oxidation and second step is hydrolysis. First step amino acid will be converted into amino acid and second step hydrolysis vadi amino acid will be converted into keto acid and NH3. Keto acid എന്നൊക്കെ പറയുമ്പോൾ പൈറുവിക് ആസിഡ് അങ്ങനത്തെ ആസിഡ്സ് ഒക്കെയാണ് keto acids എക്സാമ്പിൾ. ഓക്കെ, ഇതാണ് keto acid. ഈ രണ്ടാമത്തെ പ്രോസസ്സ് നോൺ ഓക്സിഡേറ്റീവ് ഡിഅമിനേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോലിറ്റിക് അമിനോ ആസിഡ് ആണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പ്ലിറ്റിംഗ് ഓഫ് അമിനോ ആസിഡ് ബൈ എൻസൈം ഹൈഡ്രേസസ്. ഇവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രേസ് എന്നുള്ള എൻസൈമാണ്, എഗെയിൻ സ്പ്ലിറ്റിംഗ് ഓഫ് അമിനോ ആസിഡ് ആണ്, ഓർ ബൈ അനദർ എൻസൈം അമിനോ ആസിഡ് ഡീസൾഫോഹൈഡ്രേസസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഓക്സിഡേസിനും ഡീഹൈഡ്രോജനസിനും പകരം ഇവിടെയുള്ള എൻസൈം ഹൈഡ്രേസസും അതുപോലെ ഡീസൾഫോഹൈഡ്രേസസ് എന്നുള്ള
എൻസൈമാണ്. അപ്പോൾ സൾഫ ഹൈഡ്രേസസ്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടണം. സൾഫർ ഉള്ള കണ്ടന്റുള്ള അമിനോ ആസിഡ്സ് ആണ് ഈ പറഞ്ഞ ഹൈഡ്രോലിറ്റിക് അല്ലെങ്കിൽ നോൺ ഓക്സിഡേറ്റീവ് ഡിഅമിനേഷൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സെറിൻ, ഹോമോസെറിൻ, അതുപോലെ ത്രിയോണിൻ, ദെൻ സിസ്റ്റീൻ, ഓക്കെ, അതുപോലെ അങ്ങനത്തെ അമിനോ ആസിഡ്സ് ഒക്കെയാണ് സാധാരണ ഈ പറഞ്ഞ ഇതിൽ വരുന്നത്. അപ്പോൾ ഹൈഡ്രേസസ് ആക്ട് ചെയ്യുന്നത് സെറിൻ, ഹോമോസെറിൻ, ത്രിയോണിലാണ്. എന്നാൽ അമിനോ ആസിഡ് ഡി സൾഫോ ഹൈഡ്രേസസ് ആക്ട് ചെയ്യുന്നത് സിസ്റ്റീൻ, ഹോമോസിസ്റ്റീൻ, ഹോമോ ആണ്, ഹോമോസിസ്റ്റീൻ എന്നുള്ള ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് രീതിയിലുള്ള റിയാക്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. സെറിൻ, ഹോമോസെറിൻ, ത്രിയോണിൻ undergo dehydration in the presence of hydrases. enzyme hydrases ആണ് to produce an intermediate product. നേരത്തെ ഇമ്യൂണോ ആസിഡ് പറഞ്ഞ പോലെ തന്നെ വേറെ ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. and this intermediate product then will be hydrolyzed to produce amino acid, and a later amino acid will be hydrolyzed to produce pyruvate and ammonia. അപ്പോൾ ഇതാണ് സിമ്പിൾ ആയിട്ട് സെറിൻ, ഹോമോസെറിൻ, ത്രിയോണിൻ അതുപോലത്തെ അമിനോ ആസിഡ്സ് ആണ്. they will be undergoing hydrase enzymes സഹായത്തോടു കൂടി will be producing intermediate ആയിട്ടുള്ള components produce ചെയ്യും. ഈ intermediate components will be converted into amino acid. നേരത്തെ പറഞ്ഞ റിയാക്ഷൻ തന്നെയാണ്. then ലാസ്റ്റ് നേരത്തെ കാണിച്ച അതേ റിയാക്ഷൻ തന്നെ, amino acid will be converted into keto acid and ammonia. this ammonia will be removed in monotelic organisms, while in ureotelic organisms will be converted into ammonia. കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവും, ബാക്കി ammonia will be converted into urea. ഇതാണ് ഒരു റിയാക്ഷൻ. പിന്നെ രണ്ടാമത്തെ പ്രോസസ് സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള അമിനോ ആസിഡ് സച്ച് ആസ് സിസ്റ്റീൻ, ഹോമോസിസ്റ്റീനിലൊക്കെ സൾഫർ ഉണ്ടാവും. സിസ്റ്റീനിലും അവിടെ നടക്കാൻ പോകുന്ന ഹൈഡ്രേസ് അല്ല, അതിന് പകരം ഡീസൾഫേഷൻ ആണ് നടക്കുന്നത്. സൾഫർ ഗ്രൂപ്പ് റിമൂവ് ചെയ്യാണ് ആദ്യം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഡീ സൾഫോ ഹൈഡ്രേസസ്, അപ്പോൾ ഹൈഡ്രേഷൻ്റെ കൂടെ തന്നെ സൾഫറും കൂടെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതുകൊണ്ട് ഡീ സൾഫോ ഹൈഡ്രേസസ് ആണ് അവിടെ നടക്കുന്നത്. ആൻഡ് അത് ഇപ്പോൾ സിസ്റ്റീൻ പോലത്തെ അമിനോ ആസിഡ്സ് ഉണ്ടാവും. അത് ഈ പറഞ്ഞ സൾഫ ഹൈഡ്രേസസിൻ്റെ സഹായത്തോടു കൂടി ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു intermediate components, and this intermediate components will be converted into amino acids, and this amino acids later will be converted into pyruvic acid or pyruvate and ammonia. അപ്പോൾ ഇതാണ് ഹൈഡ്രോലിറ്റിക് ഓർ നോൺ ഓക്സിഡേറ്റീവ് ഡിഅമിനേഷൻ. സിമ്പിളാണ്. ഇവിടെ രണ്ട് ടൈപ്പ് സ്പ്ലിറ്റിംഗ് ആണ് നടക്കുന്നത്. ഒന്ന് ഹൈഡ്രേസസ് മാത്രം സ്പ്ലിറ്റ് ചെയ്യുന്ന സെറിൻ, ഹോമോസെറിൻ, ത്രിയോണിൻ എന്ന അമിനോ ആസിഡ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇന്റർമീഡിയറ്റ് കോമ്പണൻസ് ഇമ്യൂണോ ആസിഡ്സ് ആൻഡ് പൈറുവിക് ആസിഡ് ആൻഡ് അമോണിയ ഉണ്ടാക്കുന്നു. എന്നാൽ സൾഫർ ഉള്ള കണ്ടെയ്നിങ് ആയിട്ടുള്ള സിസ്റ്റീൻ, ഹോമോസിസ്റ്റീൻ പോലത്തെ അമിനോ ആസിഡ്സ് ആണെങ്കിൽ ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ഡീസൾഫ ഹൈഡ്രേസസ് എന്നുള്ള എൻസൈമാണ്. ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഇമ്യൂണോ ആസിഡ്, ആൻഡ് ദെൻ ഇമ്യൂണോ ആസിഡ് വിൽ പ്രൊഡ്യൂസ് പൈറുവിക് ആസിഡ് ഓർ പൈറുവേറ്റ് ആൻഡ് ammonia. Both these ammonia will be removed as ammonia in monotelic organisms, and most of them will be converted into urea in ureotelic organism. ഇത്രയാണ് ഡീഅമിനേഷനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ്, ഈ പറഞ്ഞ അമോണിയ ഉണ്ടാക്കി കഴിഞ്ഞാൽ അമോണിയക്ക് രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. അമോണിയ ക്യാൻ ബി ഐദർ റിമൂവ്ഡ് ആസ് വേസ്റ്റ് ഓർ ഇറ്റ് ക്യാൻ ബി റീസൈക്കിൾഡ്. ഓക്കെ, അതാണ് ഓപ്ഷൻ ഉള്ളത് അമോണോടെലിക് ഓർഗാനിസത്തിൽ. യൂറിയോടെലിക് ഓർഗാനിസത്തിലാണെങ്കിൽ അഗെയിൻ രണ്ട് ചോയ്സ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി റീയൂസ്ഡ്. ഈ പ്രൊഡ്യൂസിംഗ് അമോണിയ ക്യാൻ ബി റീയൂസ്ഡ് ഫോർ ദി ബയോസിന്തസിസ് ഓഫ് അമിനോ ആസിഡ്സ്, ന്യൂക്ലിയോടൈഡ്സ് ഓർ ബയോളജിക്കൽ അമീൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഓർ ഇറ്റ് ക്യാൻ അണ്ടർഗോ, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് യൂറിയ സൈക്കിളാണ്. ലിവറിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് യൂറിയ സൈക്കിൾ, നമ്മളടുത്ത് പറയാൻ പോകുന്നതാണ്. സോ ദാറ്റ് അമോണിയ വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു കാർബമൈൽ ഫോസ്ഫേറ്റ് എന്നുള്ള ഒരു പ്രോഡക്റ്റായി മാറും. കാർബമൈൽ ഫോസ്ഫേറ്റ് then will combine with ornithine and enter the ornithine cycle or urea cycle. Okay, now ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാർട്ടാണ്. ഇൻട്രാസെല്ലുലാർ ആയിട്ടുള്ള പ്രോട്ടീൻസിന് അമിനോ ആസിഡ്സ് ആണ് ഉള്ളത്. ആ അമിനോ ആസിഡ് വിൽ സ്പ്ലിറ്റ് ഡിഅമിനേഷൻ വഴി പ്രോസസ് വഴി അമോണിയ അല്ലെങ്കിൽ അമോണിയം അയോൺ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ ബാക്കി കാർബൺ സ്കെൽട്ടൺ വിൽ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ആൽഫ കീറ്റോ ആസിഡ്സ്. ഓക്കെ, അതുപോലെ ഇതിൽ നിന്നും ഈ പറഞ്ഞ പ്രോസസ്സിലും ആൽഫ കീറ്റോ ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആൽഫ കീറ്റോ ആസിഡ്സ് ആക്ച്വലി വിൽ അണ്ടർഗോ സിട്രിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ TCA സൈക്കിൾ അല്ലെങ്കിൽ ക്രെബ് സൈക്കിൾ എന്ന പ്രോസസ്സിലോട്ട് കൺവേർട്ട് ആവാറുണ്ട്. ആ ക്രെബ് സൈക്കിളിലുള്ള ഒരു പ്രോഡക്റ്റാണ് ഫ്യൂമറേറ്റ്, അതുപോലെ അസ്പാർട്ടേറ്റ്. ഈ ഫ്യൂമറേറ്റ് എന്നൊരു പ്രോഡക്റ്റ് ഉണ്ട്. ഫ്യൂമറേറ്റ് ദെൻ പ്രൊഡ്യൂസസ് അസ്പാർട്ടേറ്റ്. ആസ്പാർട്ടേറ്റ് പിന്നെ വീണ്ടും യൂറിയ സൈക്കിളിലോട്ട് എൻ്റർ ചെയ്യുന്ന ഒരു പാത്വേ, ഒരു കോംപ്ലക്സ് പാത്വേ ആണ്. ജസ്റ്റ് ഒന്ന് ഇവിടെ സിംപ്ലൈസ് ചെയ്യാൻ നോക്കി. എനിവേ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്ര കാര്യമുള്ളൂ. അമിനോ ആസിഡ്സ് വിൽ ആക്ച്വലി
will be deaminized into ammonia and other products. Ammonia can either be excreted in a monotelic organism or in urotelic organism anengil they can be converted or biosynthesized into fresh amino acids or nucleotides ഒക്കെ ആയി മാറാം, or it can be removed, it can be converted into carbamyl phosphate. അത് ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റെപ്പാണ്. കാർബമൈൽ ഫോസ്ഫേറ്റ് ആയി യൂറിയ സൈക്കിളിലോട്ട് എൻ്റർ ചെയ്യാം. എന്നാൽ ഈ യൂറിയ സൈക്കിൾ ഇസ് ആക്ച്വലി ലിങ്ക്ഡ് വിത്ത് ക്രബ് സൈക്കിൾ, ആൻഡ് ദിസ് ക്രബ് സൈക്കിൾ ഇസ് അഗെയിൻ ലിങ്ക്ഡ് വിത്ത് ഡിയാമിനേഷൻ. അതാണ് ഈ ചാർട്ട് കൊണ്ട് ഉദ്ദേശം. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാനുള്ളത് അബൌട്ട് യൂറിയ സൈക്കിളാണ്. സോ അമോണിയ can be catabolized as a product of amino acid deamination. അതിൻ്റെ ഡീഗ്രഡേഷൻ കാരണമാണ് ഇത് ഉണ്ടാവുന്നത്. ആ പ്രൊഡക്ട്സ് വരുന്നത് മിക്കവാറും ഈ പറഞ്ഞ അമിനോ ആസിഡ് വരുന്നത് ഡൈജസ്റ്റീവ് എൻസൈംസ് നിന്നുണ്ടാവും. ദെൻ പ്രോട്ടീൻസ് ഓഫ് ഡൈജസ്റ്റഡ് സെൽസ്, നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസ് എല്ലാം നമ്മുടെ ആമാശയത്തിലൂടെ പോകുന്ന സമയത്ത് അവിടെ കുറേ സെൽസ് നശിച്ചു പോകും. അപ്പോൾ ആ സെൽസിന് അമിനോ ആസിഡ് ഉണ്ടാവും. ദെൻ മസിൽ പ്രോട്ടീനിലുള്ള അമിനോ ആസിഡ് ഉണ്ടാവും. ഹീമോഗ്ലോബിൻ ഡീഗ്രേഡ് ചെയ്ത് പോകും. നമുക്കറിയാം RBC ഹീമോഗ്ലോബിനിൽ RBC എല്ലാ 120 days ആകുമ്പോഴും റിപ്ലനിഷ് ചെയ്യും. അപ്പോൾ ഓൾറെഡി ഉള്ള RBCs നശിച്ചു പോകും, അത് അമിനോ ആസിഡായി മാറും. അങ്ങനെ ഇൻട്രാസെല്ലുലാർ പ്രോട്ടീൻസ്, ഇങ്ങനെ ഇവിടെ നിന്നൊക്കെയാണ് ഈ പറഞ്ഞ അമിനോ ആസിഡ്സ് ഉണ്ടാവുക അല്ലെങ്കിൽ പ്രോട്ടീൻസ് ഉണ്ടാവുക. അവിടെ നിന്നാണ് പിന്നെ ഈ പറഞ്ഞ അമോണിയ ഉണ്ടാവുന്നത്. അതിൻ്റെ ഒരു ഒറിജിൻ എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് അമോണിയ ഈസ് ടോക്സിക്, ഓക്കെ, എസ്പെഷ്യലി ഫോർ സെൻട്രൽ നെർവസ് സിസ്റ്റം. നമ്മൾ ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈനൽ കോഡ് പോലത്തെ റീജിയനിലത് ഡേഞ്ചറസ് ആണ്, ടോക്സിക് ആണ്. ഇറ്റ് റിയാക്ട്സ് വിത്ത് ആൽഫ കീറ്റ ഗ്ലൂട്ടറേറ്റ് വിച്ച് ഇസ് ഓൾറെഡി പ്രസൻറ്റ് ഇൻ TCA സൈക്കിൾ. TCA സൈക്കിളിലുള്ള ആൽഫ കീറ്റ ഗ്ലൂട്ടറേറ്റ് അമോണിയ റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്യുന്നതോട് കൂടി എന്തുണ്ടാവും, TCA സൈക്കിള് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. TCA സൈക്കിൾ, സിട്രിക് ആസിഡ് സൈക്കിൾ, ക്രബ് സൈക്കിൾ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അത് വർക്ക് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ATP ഉണ്ടാവില്ല. ATP ഇല്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എനർജി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ തളർന്നു പോകും. അതാണ് അമോണിയയുടെ ടോക്സിക് എഫക്റ്റ്. ATP ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ക്യാൻ ലീഡ് ടു ഈവൻ ഡെത്ത്. അപ്പോൾ ലിവർ ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പറഞ്ഞ അമോണിയ വിൽ നോട്ട് ബി കൺവേർട്ട്. നമ്മുടെ ബോഡിയിൽ കാര്യമാണ് പറയുന്നത്. യൂറിയോടെലിക് യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഓർഗാനിസത്തിൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ബ്ലഡിൽ ഒരു അളവിൽ കൂടുതൽ അമോണിയ, നോർമൽ ബ്ലഡ് ലെവൽ 30 to 60 മൈക്രോമോളാർ കോൺസെൻട്രേഷൻ ആണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള അമോണിയൻ കോൺസെൻട്രേഷൻ ഇൻ ബ്ലഡ്. അപ്പോൾ അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ആക്ച്വലി ലീഡ് ടു ടോക്സിക് എഫക്റ്റ്. ഈ പറഞ്ഞ ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ്, TCA സൈക്കിളിൻ്റെ ഭാഗമായിട്ടുള്ള ആൽഫ ക്ലീറ്റ ഗ്ലൂട്ടറേറ്റ് അല്ലെങ്കിൽ ഗ്ലൂട്ടാറിക് ആസിഡ് എന്ന് പറഞ്ഞുള്ള ആ കോമ്പണൻറ്റിനോട്ട് റിയാക്ട് ചെയ്ത് TCA സൈക്കിൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതിരിക്കുകയും ATP ഇല്ലാതിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് ദാറ്റ് ക്യാൻ ബി ടോക്സിക്. സാധാരണ ഉണ്ടാകുന്ന ലിവർ ഡാമേജ് അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റബോളിക് ഡിസോർഡർ, ഈ പറഞ്ഞ യൂറിയ സൈക്കിളുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അമോണിയ ഡിയാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടോ ഒക്കെയുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ യൂഷ്വലി എലിവേറ്റഡ് ആയിട്ടുള്ള അമോണിയ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദിസ് ക്യാൻ കോസ് ട്രെമർ, വിറയലുണ്ടാക്കും, സ്ലേർഡ് ഓർ ബ്ലേർഡ് വിഷൻ ആൻഡ് സ്പീച്ച്. ഓക്കെ, പ്രോപ്പറായിട്ടുള്ള സ്പീച്ച് നഷ്ടപ്പെടും, വിഷൻ നഷ്ടപ്പെടും, കോമ, ആൻഡ് ഇവൻച്വലി ക്യാൻ ലീഡ് ടു ഡെത്ത്. അപ്പോൾ അതാണ് അമോണിയ ടോക്സിക്. അപ്പോൾ അമോണിയ ഹാസ് ടു ബി എലിമിനേറ്റഡ്. അമോണിയോടെലിക് ഓർഗാനിസത്തിലാണെങ്കിൽ അവർക്ക് ആവശ്യത്തിന് വെള്ളം ഉള്ളതുകൊണ്ട് അമോണിയ വിൽ ബി റിമൂവ്ഡ് ആസ് സച്ച്. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ അമോണിയ റിമൂവ് ചെയ്താൽ നമ്മുടെ ബോഡിയിൽ തന്നെ പറ്റി പിടിക്കുകയും പിന്നീട് നമുക്ക് ടോക്സിക് ആവുകയും ചെയ്യും. അപ്പോൾ വെള്ളം ഇവിടെ എസെൻഷ്യൽ പ്രോസസ്. വെള്ളം ഉണ്ടെങ്കിൽ അമോണിയ വിൽ ബി കൺവേർട്ടഡ് ഇൻറ്റു അമോണിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, അമോണിയം ഹൈഡ്രോക്സൈഡ് ആയതോടുകൂടി അത് കുറച്ചും കൂടി നിർവീര്യമായി പോകും, ലെസ് ടോക്സിക്കായി മാറുകയാണ് ചെയ്യുന്നത് വെള്ളമുള്ള സമയത്ത്. വെള്ളമില്ലാത്ത ഓർഗാനിസംസ് വിൽ കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഐദർ യൂറിയ ഓർ യൂറിക് ആസിഡ്. അത് നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആ പറഞ്ഞ അമോണിയയെ നമ്മുടെ യൂറിയോടെലിക് ഓർഗാനിസംസ് റിമൂവ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോസസ്സിൻ്റെ ഒരു ചുരുക്കമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൽഫ അമിനോ ആസിഡ്സ് വിൽ അണ്ടർഗോ ട്രാൻസാമിനേഷൻ ടു പ്രൊഡ്യൂസ് ആൽഫ ഗ്ലൂട്ടാറേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിയാമിനേഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ആൻഡ് ഇൻ ദ പ്രോസസ് ആൽഫ ഗ്ലൂട്ടാറേറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂട്ടാമേറ്റ്. ഓക്കെ, അങ്ങനെ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ആൽഫ അമിനോ ആസിഡ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ആൽഫ കീറ്റോ ആസിഡ് ആൻഡ് ഇൻ ദ പ്രോസസ് വിൽ റിലീസ് അമോണിയ. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വിൽ ഹാവ് ഓക്സിഡേറ്റീവ് ഡിയാമിനേഷൻ നടന്ന് വിൽ ഹാവ് അമോണിയ. Ammonia will combine with carbon dioxide and will enter urea cycle. Urea cycle enter ചെയ്തതിന് ശേഷം it will produce urea. Urea cycle is also known as ornithine cycle. അതാണ് മറ്റൊരു പേര്, അല്ലെങ്കിൽ കുറച്ചും കൂടി ടെക്നിക്കൽ ആയിട്ടുള്ള ടേമാണ് ഓർണിത്തൈൻ സൈക്കിൾ. അങ്ങനെ യൂറിയ സൈക്കിളിൽ യൂറിയ ഒരിക്കലും സൈക്കിൾ ആവുന്നില്ല, റീജനറേറ്റ് ആവുന്നില്ല. പക്ഷേ റീജനറേറ്റ് ആവുന്ന പ്രോഡക്ട്സ് ഉണ്ട്. അതിലൊന്നാണ് ഓർണിത്തൈൻ, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രോഡക്റ്റാണ് ഓർണിത്തൈൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഓർണിത്തൈൻ സൈക്കിൾ എന്നും വിളിക്കുന്നത്. യൂറിയ സൈക്കിൾ ഈസ് എ സൈക്കിൾ ഓഫ് ബയോകെമിക്കൽ റിയാക്ഷൻസ് occurring in many animals that produce urea. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് ഒന്ന് യൂറിയ ആണ്.
ഫ്രം അമോണിയ. അപ്പോൾ യൂറിയയുടെ സ്ട്രക്ചറിൽ 2 അമീൻ ഗ്രൂപ്പും ഒരു CO ഗ്രൂപ്പുമാണുള്ളത്. അപ്പോൾ അതിൽ ഒരു അമീൻ ഗ്രൂപ്പ് വരുന്നത് അമോണിയയിൽ നിന്നാണ്, മറ്റൊരു അമീൻ ഗ്രൂപ്പ് വരുന്നത് അസ്പാർട്ടേറ്റിൽ നിന്നാണ്. ഓക്കെ, പണ്ട് കാലത്ത് നേരത്തെ വിചാരിച്ചിരുന്നത് 2 അമീൻ ഗ്രൂപ്പും രണ്ട് അമോണിയ നിന്നാണ് ഈ യൂറിയ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള ഒരു കോൺസെപ്റ്റ് പണ്ടായിരുന്നു. പക്ഷേ യൂറിയ സൈക്കിളിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടി ആ കോൺസെപ്റ്റ് പിന്നീട് തിരുത്തുകയാണ് ചെയ്യുക. എന്തായാലും അമോണിയ ഈസ് കൺവേർട്ടഡ് ടു യൂറിയ എന്നുള്ള പ്രോസസ്സ് നേരത്തെ അറിയാവുന്നു. 1932 മുന്നേ അത് അറിയാവുന്ന ഒരു പ്രോസസ്സായിരുന്നു. അന്ന് വിചാരിച്ചിരുന്നത് ഈ പറഞ്ഞ യൂറിയയിൽ 2 അമീൻ ഗ്രൂപ്പും ഒരു CO ആണുള്ളത്. അതാണ് യൂറിയയുടെ ഒരു സ്ട്രക്ചർ. ഓക്കെ, അതിൻ്റെ ഫോർമുല അതാണ്. അപ്പോൾ അതിൽ നേരത്തെ വിചാരിച്ചിരുന്നത് അമോണിയ ഈസ് ആക്ച്വലി കോൺട്രിബ്യൂട്ടിങ് ഫോർ ബോത്ത് ദീസ് അമീൻ ഗ്രൂപ്പ്. ബട്ട് പിന്നീട് ക്രബ്സ് സൈക്കിൾ ക്രബ്സ് ആണ് കണ്ടുപിടിക്കുന്നത് ഈ പറഞ്ഞ യൂറിയ സൈക്കിൾ. ക്രബ്സും അതുപോലെ ഹാൻസ്ലിറ്റ് ആണ് ഇത് കണ്ടുപിടിക്കുന്നത് 1932. അവരിത് കണ്ടുപിടിക്കുമ്പോഴാണ് മനസ്സിലായത് ഒരു അമീൻ ഗ്രൂപ്പ് മാത്രമാണ് അമോണിയ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, രണ്ടാമത്തെ അമീൻ ഗ്രൂപ്പ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അസ്പാർട്ടേറ്റ് എന്നുള്ള അമിനോ ആസിഡാണ്. ദാറ്റ് ആക്ച്വലി കംസ് ഫ്രം ദി ക്രബ് സൈക്കിൾ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഹാൻസ് ക്രബും അതുപോലെ കേർട്ട് ഹാൻസ്ലെറ്റും, അതുകൊണ്ട് തന്നെ ക്രബ്സ് ഹാൻസ്ലെറ്റ് സൈക്കിൾ എന്നും ഒരു പേരും കൂടി ഇതിനകത്തുണ്ട്. 1932 5 years ബിഫോർ ദ ഡിസ്കവറി ഓഫ് TCA ക്രബ് സൈക്കിൾ ക്രബ് TCA സൈക്കിൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ സിട്രിക് ആസിഡ് സൈക്കിൾ കാർബോണിക് ആസിഡ് സൈക്കിൾ എന്ന് പറയുന്ന ആ സൈക്കിൾ കണ്ടുപിടിക്കുന്നതിൻ്റെ 5 വർഷം മുന്നേ ആണ് കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് സൈക്ലിക് മെറ്റബോളിക് പാത്വേ ഡിസ്കവേർഡ് ആണ് ഈ പറഞ്ഞ യൂറിയ സൈക്കിൾ, ഓർ ടെക്നിക്കലി ഇറ്റ് ഈസ് നോൺ ആസ് ഓർണിത്തൈൻ സൈക്കിൾ. ഓക്കെ, ഇവിടെ 3 ATP യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് യൂറിയ സൈക്കിളിൽ, അത് നമുക്ക് പറയാം. 5 എൻസൈംസ് ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ ബ്രോഡ്ലി 5 റിയാക്ഷൻ ആണ് പറയുന്നത്. 5 എൻസൈം ഇൻവോൾവ് ചെയ്യുന്ന 5 ബ്രോഡ് റിയാക്ഷൻ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. 5 ബ്രോഡായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. 5 ആവണം നിർബന്ധമില്ല, ചിലപ്പോൾ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള റിയാക്ഷൻസും ഉണ്ടാവും. എനിവേ 5 എണ്ണമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. 3 ATP, അപ്പോൾ എനർജി യൂട്ടിലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ലിവറിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാം. ഓർഗാനിസംസ് ദാറ്റ് കനോട്ട്, ആരാണ് യൂറിയ സൈക്കിളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ഓർഗാനിസംസ് ദാറ്റ് കനോട്ട് ഈസിലി ആൻഡ് ക്വിക്ലി റിമൂവ് അമോണിയ യൂഷ്വലി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു സം അതർ സബ്സ്റ്റൻസസ് ലൈക്ക് യൂറിയ ആൻഡ് യൂറിക് ആസിഡ് വിച്ച് ആർ ലെസ് ടോക്സിക്. അപ്പോൾ യൂറിയോടെലിക്കും യൂറിക്കോടെലിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഈ പറഞ്ഞ യൂറിയ ടൈപ്പിൽ അവർക്ക് ഫങ്ഷണലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇൻസഫിഷ്യൻസി ഓഫ് യൂറിയ സൈക്കിൾ ഒക്കേഴ്സ് ഇൻ സം ജനറ്റിക് ഡിസോർഡേഴ്സ്. ചില ഡിസോർഡേഴ്സ് കാരണം യൂറിയ സൈക്കിൾ വർക്ക് ചെയ്യുന്നില്ല. ഇൻബോൺ ഡിസോർഡേഴ്സ് ഉണ്ട് ജനറ്റിക് ഡിസോർഡേഴ്സിൽ. ആൻഡ് ഇൻ കേസ് ഓഫ് ലിവർ ഫെയിലിയർ ആയാലും നമുക്ക് ബ്ലഡിൽ ഈ പറഞ്ഞ പോലെ അമോണിയയുടെ എമൗണ്ടും അതുപോലെ ഓർണിത്തൈൻ്റെ എമൗണ്ടും ഒക്കെ കൂടി വരുന്നത് കാണാൻ പറ്റും. ഓർണിത്തൈൻ അതുപോലെ ബാക്കി പറഞ്ഞ വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ കൂടുന്നത് ലിവർ ഫെയിലിയർ, കിഡ്നി ഫെയിലിയർ സമയത്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ലിവർ ഫെയിലിയർ ആണ് ബേസിക്കലി ഈ പറഞ്ഞ യൂറിയ സൈക്കിൾ മെറ്റബോളിസം കംപ്ലീറ്റ് ആവാത്തതിൻ്റെ കാരണം. അതുപോലെ യൂറിയ ചിലപ്പം ബ്ലഡിൽ കൂടുതൽ കാണും, അത് കിഡ്നി ഫെയിലിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് യൂറിയ എമൗണ്ട് കൂടുന്നതിന് അർത്ഥം കിഡ്നി ഫെയിലിയർ ആണ്. ഓക്കെ, അത് നമുക്ക് നോക്കാവുന്നതാണ്. എന്താണ് യൂറിയ സൈക്കിൾ ഓർ ഓർണിത്തൈൻ സൈക്കിൾ? യൂറിയ ഇസ് ലെസ് ടോക്സിക് ദാൻ അമോണിയ, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. യൂറിയ സൈക്കിൾ ഒക്കേഴ്സ് ഇൻ ലിവർ. ഓക്കെ, 2 nitrogen atoms of urea enter the urea cycle as ammonia and amino N of aspartate. അപ്പോൾ 2 ഇതാണ് യൂറിയയുടെ സ്ട്രക്ചർ. അവിടെ 2 അമീൻ ഗ്രൂപ്പ് ഉണ്ട്. ആ 2 നൈട്രജൻ യൂറിയ സൈക്കിളിലോട്ട് വരുന്നത് 2 രീതിയിലാണ്. ഒന്ന് അമിനോ ഗ്രൂപ്പ് ഫ്രം അമോണിയ ആൻഡ് സെക്കൻഡ് N terminal ഓർ അമിനോ ഗ്രൂപ്പ് ഓഫ് അസ്പാർട്ടേറ്റ്. അസ്പാർട്ടേറ്റ് എന്ന് പറയുന്നത് നോൺ മെറ്റബോളിക് ആയിട്ടുള്ള നോൺ പ്രോട്ടിയോജനിക് ആയിട്ടുള്ള ഒരു അമിനോ ആസിഡ് ബൈ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അസ്പാർട്ടേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 എണ്ണത്തിൽ നിന്നാണ് ഈ പറഞ്ഞ യൂറിയയുടെ 2 അമീൻ ഗ്രൂപ്പ്സ് വരുന്നത്. അപ്പോൾ ഏർലിയർ അങ്ങനെ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, 2 അമീനും അമോണിയ എന്നാണ് വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് അമോണിയ എന്നാണ് വരുന്നത്. ഈ പറഞ്ഞ അമോണിയം ഗ്ലൂട്ടാമേറ്റ് ഡീഹൈഡ്രോജനേസ് എന്നുള്ള എൻസൈമിൻ്റെ സഹായത്തോടുകൂടി ഡീഅമിനേഷൻ നടന്ന് അമിനോ ആസിഡിൻ്റെ ഡീഅമിനേഷൻ നടന്ന് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തത് ക്രബ് സൈക്കിളിൻ്റെ ഷണ്ട് സൈക്കിൾ ഉണ്ട്. ആ സൈക്കിളുമായി ബന്ധപ്പെട്ടിട്ട് അസ്പാർട്ടേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ അസ്പാർട്ടേറ്റ് ആണ് രണ്ടാമത്തെ നൈട്രജൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അമീൻ ഗ്രൂപ്പ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അമോണിയ ആൻഡ് carboxyl C that will be part of the urea are incorporated first into carbamyl phosphate. അപ്പോൾ യൂറിയ സൈക്കിളിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അമോണിയ will combine with carbon dioxide or carbonic acid. Okay,
അതിട്ട് കമ്പൈൻ ചെയ്ത് അമോണിയ വിൽ കമ്പൈൻ വിത്ത് കാർബൺ ഡയോക്സൈഡ് ഇൻ ദ ഫോം ഓഫ് കാർബോണിക് ആസിഡ് ആണ് ഉണ്ടാവുക. കമ്പൈൻ ചെയ്ത് ഇറ്റ് ഫോംസ് കാർബമൈൽ ഫോസ്ഫേറ്റ്. അതാണ് യൂറിയ സൈക്കിളിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അല്ലെങ്കിൽ യൂറിയ സൈക്കിളിന് പുറത്ത് നടക്കുന്ന സ്റ്റെപ്പ് എന്നും വേണമെങ്കിൽ വിളിക്കാം. അതാണ് ഫസ്റ്റ് പ്രോസസ്സ്. ആൻഡ് ദെൻ ഇറ്റ് ഫോംസ് ഓർണിത്തൈൻ, ഓക്കെ, വിച്ച് ഗെറ്റ്സ് റീസൈക്കിൾഡ് ആൻഡ് ദെൻ പ്രൊഡ്യൂസ് സിട്രിലിൻ. ഓക്കെ, അത് കഴിഞ്ഞ് ഇറ്റ് കമ്പൈൻസ് with the product of urea cycle and produces ornithine. Producing ornithine then will be converted into citrulline. Citrulline then will be converted into arginosuccinate. അപ്പോൾ ആ സമയത്താണ് ഇവിടെ അസ്പാർട്ടേറ്റ് വന്ന് കയറുന്നത്. ഈ സിട്രുലിനുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെയാണ് അസ്പാർട്ടേറ്റ് വന്ന് കയറുന്നത്. അസ്പാർട്ടേറ്റ് വന്ന് കയറിയതോടുകൂടി arginosuccinate will be converted into arginine. ഓക്കെ, ആ ഒരു പ്രോസസ്സാണ് യൂറിയ സൈക്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാം. ഇതാണ് സിമ്പിളായിട്ട് യൂറിയ സൈക്കിൾ എന്ന് പറയുന്നത്. ഫസ്റ്റ്ലി ഇതിൻ്റെ സ്റ്റെപ്പ് തുടങ്ങുന്നത് ഇവിടെയാണ്. ഓക്കെ, കാർബൺ ഡയോക്സൈഡ് കാർബോണിക് ആസിഡിൻ്റെ രൂപത്തിൽ വിൽ കമ്പൈൻ വിത്ത് അമോണിയ ആൻഡ് വിൽ പ്രൊഡ്യൂസ് കാർബമൈലോ ഫോസ്ഫേറ്റ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ഉണ്ട്, അതിനെക്കുറിച്ച് പറയാം. അത് കഴിഞ്ഞ് കാർബമൈലോ ഫോസ്ഫേറ്റ് വിൽ കമ്പൈൻ വിത്ത് ഓർണിത്തൈൻ. ഓർണിത്തൈൻ ഓൾറെഡി സൈക്കിൾ ചെയ്ത് വരുന്നുണ്ടാവും. ഓർണിത്തൈനായിട്ട് കമ്പൈൻ ചെയ്ത് ലിവറിലാണ് നടക്കുന്നത്. ഇറ്റ് വിൽ പ്രൊഡ്യൂസ് സിട്രുലിൻ. സിട്രുലിൻ വിൽ കമ്പൈൻ വിത്ത് ആസ്പാർട്ടേറ്റ് ആൻഡ് വിൽ പ്രൊഡ്യൂസ് ആർജിനോസക്സിനേറ്റ്. ആർജിനോസക്സിനേറ്റ് വിൽ സ്പ്ലിറ്റ് ഇൻ ടു ഫ്യൂമറേറ്റ് ആൻഡ് ആർജിനൈൻ. ഫ്യൂമറേറ്റ് വിൽ ഗോ ഇൻ ടു ക്രബ് സൈക്കിൾ. ക്രബ് സൈക്കിളിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് പോവും, ഫ്യൂമറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഷണ്ട് പാത്വേയിലോട്ട് പോവും. വൈൽ ആർജിനിൻ വിൽ അണ്ടർഗോ ഹൈഡ്രോലിസിസ് ടു പ്രൊഡ്യൂസ് ഓർണിത്തൈൻ. ഈ ആർജിനിൻ ഹൈഡ്രോലിസിസ് ആവുന്നതോടുകൂടി ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഓർണിത്തൈൻ ആൻഡ് യൂറിയ. അങ്ങനെയാണ് യൂറിയ പ്രൊഡ്യൂസ്. അപ്പോൾ ഇതാണ് നമ്മുടെ യൂറിയ സൈക്കിൾ വിച്ച് ഹാപ്പൻസ് ഇൻ ലിവർ. ഓക്കെ, അപ്പോൾ ഇതിൽ സ്റ്റെപ്സ് ഉണ്ട്. ഒന്ന്, ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് കാർബൺ ഡയോക്സൈഡ് കമ്പൈനിങ് വിത്ത് അമോണിയ ടു പ്രൊഡ്യൂസ് കാർബമൈൽ ഫോസ്ഫേറ്റ്. കാർബമൈൽ ഫോസ്ഫേറ്റ് പിന്നെ ഓർണിത്തൈനായിട്ട് കമ്പൈൻ ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ സിട്രുലിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. സിട്രുലിൻ വിൽ കമ്പൈൻ വിത്ത് ആസ്പാർട്ടേറ്റ് ടു പ്രൊഡ്യൂസ് ആർജിനോസക്സിനേറ്റ്. ആർജിനോസക്സിനേറ്റ് ദെൻ സ്പ്ലിറ്റ്സ് ഇൻ ടു ഫ്യൂമറേറ്റ് ആൻഡ് arginine, and arginine then splits or hydrolyzes into urea and ornithine. ഇങ്ങനെയുള്ള 5 സ്റ്റെപ്പുകളാണ് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ ഒരു അമീൻ ഗ്രൂപ്പ് വരുന്നത് അമോണിയയിൽ നിന്നാണ്, രണ്ടാമത്തെ അമീൻ ഗ്രൂപ്പ് വരുന്നത് അസ്പാർട്ടേറ്റിൽ നിന്നാണ്. അഗെയിൻ ഈ പറഞ്ഞ സൈക്കിൾ തന്നെയാണ് ഇവിടെ ഒരു ഷണ്ട് സൈക്കിളൂടെ കാണാൻ പറ്റും. ഫ്യൂമറേറ്റ്, അസ്പാർട്ടേറ്റ്, ക്രബ് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഷണ്ട് സൈക്കിളൂടെ കാണാൻ പറ്റും. ഓക്കെ, സോ അമോണിയം അയൺ ആണ്. അമോണിയ വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു അമോണിയം അയൺ ആയിട്ടാണ് വരുന്നത്. ആ അമോണിയ അയൺ വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു യൂറിയ ഇൻ ദി ലിവർ. ഓക്കെ, യൂറിയ കണ്ടെയ്ൻസ് 2 അമീൻ ഗ്രൂപ്പ്, 1 ഫ്രം അമോണിയ ആൻഡ് 1 ഫ്രം അസ്പാർട്ടേറ്റ്. ഇനി അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെപ്സിലോട്ട് നമുക്ക് പോകാം. യൂറിയ സൈക്കിളിൻ്റെ സ്റ്റെപ്സിൽ ദ ഫസ്റ്റ് 2 റിയാക്ഷൻ ഓഫ് ദി സൈക്കിൾ ഒക്കേഴ്സ് ഇൻ ദി മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ് ആൻഡ് ദി റിമൈനിങ് ഒക്കേഴ്സ് ഇൻ ദി സൈറ്റോസോൾ. ഓക്കെ, അപ്പോൾ ലിവറിൽ കാണുന്ന ഹെപ്പറ്റോസൈറ്റ് സെൽസ് ഉണ്ട്. ആ ഹെപ്പറ്റോസൈറ്റ് സെൽസിലുള്ള മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്, ഓക്കെ, മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിലും ആണ് ആദ്യത്തെ സ്റ്റെപ്പ് നടക്കുന്നത്. ബാക്കി എല്ലാ സ്റ്റെപ്പും നടക്കുന്നത് ഈ പറഞ്ഞ ലിവർ സെൽസിൻ്റെ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ ഹെപ്പറ്റോസൈറ്റ്സിൻ്റെ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ സൈറ്റോസോളിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ യൂറിയ സൈക്കിൾ. കണ്ടു കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കും, പക്ഷേ വളരെ സിമ്പിൾ ആയിട്ടുള്ള സൈക്കിളാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ അമോണിയ വിൽ കമ്പൈൻ വിത്ത് കാർബോണിക് ആസിഡ് ഓർ കാർബൺ ഡയോക്സൈഡ് ഇൻ ദി പ്രസൻസ് ഓഫ് 2 ATP. 2 ATP എനർജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് കാർബമൈൽ ഫോസ്ഫേറ്റ് ആൻഡ് ATP യൂട്ടിലൈസ് ചെയ്ത് 2 ADP ആൻഡ് ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് കാണാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ദിസ് ഹാപ്പൻസ് ഇൻ ദി മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്. മൈറ്റോകോൺഡ്രിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് സൈറ്റോസോൾ ആണ്. ഈ പോർഷൻ സൈറ്റോസോൾ, ഈ പോർഷൻ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ് ലൈറ്റ് ബ്ലൂ കളറിൽ കാണും. അപ്പോൾ അവിടെ അമോണിയ വിൽ കമ്പൈൻ വിത്ത് കാർബോണിക് ആസിഡ് ഓർ കാർബൺ ഡയോക്സൈഡ് ഇൻ ദി ആൻഡ് യൂട്ടിലൈസ് ATP യൂസ് ചെയ്യും ആൻഡ് വിൽ പ്രൊഡ്യൂസ് കാർബമൈൽ ഫോസ്ഫേറ്റ്. ഇവിടെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേര് കാർബമൈൽ ഫോസ്ഫേറ്റ് സിന്തേസ്. ഓക്കെ, COPS1 എന്നും ഷോർട്ടായിട്ട് വിളിക്കാറുണ്ട്. CPS1 എന്നുള്ള ഷോർട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് കാണാറുണ്ട്. കാർബമൈൽ ഫോസ്ഫേറ്റ് സിന്തേസ് 1. ഓക്കെ, വേറെ എൻസൈം ഉണ്ട്, അതുകൊണ്ടാണ് 1 എന്ന് ഡെസിഗ്നേറ്റ് ചെയ്തത്. ഈ എൻസൈം ആണ് ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇവിടെ ഇതിൻ്റെ എലോസ്റ്റിയറിക് ആയിട്ടുള്ള എഫക്റ്റർ എൻസൈംസ് നിങ്ങൾ പഠിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എലോസ്റ്റിയറിക് ഫാക്ടർ. അപ്പോൾ ഈ എൻസൈമിനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എലോസ്റ്റിയറിക് ഫാക്ടറായിട്ട് N-അസറ്റൈൽ ഗ്ലൂട്ടാമേറ്റും ഇവിടെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്പ് 1, വേർ അമോണിയ will combine with carbon dioxide to produce carbamyl phosphate. In the presence of carbamyl
കാർബമൈൽ ഫോസ്ഫേറ്റ് സിന്തേസ് 1. ഓക്കെ, CPS1 അല്ലെങ്കിൽ COPS1 എന്നൊക്കെ പറയാറുണ്ട് ഷോർട്ടായിട്ട്. 2 ATP യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഈ എൻസൈമിൻ്റെ അലോസ്റ്റെറിക് ആയിട്ടുള്ള എഫക്ടറാണ് ഈ പറഞ്ഞ N-അസറ്റൈൽ ഗ്ലൂട്ടമേറ്റ്. അപ്പോൾ N-അസറ്റൈൽ ഗ്ലൂട്ടമേറ്റ് ഇവിടെ ഒരു ഡിറ്റർമൈനിങ് ഫാക്ടറാണ് ഈ പറഞ്ഞ റിയാക്ഷൻ സ്റ്റെപ്പ് നടക്കണമെങ്കിൽ. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഈ പറഞ്ഞ കാർബമൈൽ ഫോസ്ഫേറ്റ് എഗെയിൻ മാട്രിക്സ് തന്നെ, ഈ പറഞ്ഞ ഫസ്റ്റ് 2 സ്റ്റെപ്പും മാട്രിക്സിൻ്റെ പോർഷൻ തന്നെയാണ്, കംപ്ലീറ്റ്ലി അവിടെ അല്ല, ഭാഗികമായിട്ട് മാട്രിക്സിലാണ് നടക്കുന്നത്. കാർബമൈൽ ഫോസ്ഫേറ്റ് വിൽ കമ്പൈൻ വിത്ത് ഓർണിത്തൈൻ. നേരത്തെ സൈക്കിളിൽ ഭാഗമായിട്ട് തന്നെ ഓർണിത്തൈൻ ഉണ്ടാവും, ആ ഓർണിത്തൈനായിട്ട് കമ്പൈൻ ചെയ്യും. ഇൻ ദി പ്രസൻസ് ഓഫ് ഓർണിത്തൈൻ കാർബമൈൽ ട്രാൻസ്ഫറേസ്. ഓക്കെ, അപ്പോൾ ഓർണിത്തൈൻ കാർബോമൈലേസ് എന്നുള്ള പേരുമുണ്ട്, 2 പേരും OTC എന്നുള്ള ഷോർട്ടും ഉണ്ട്. അല്ലെങ്കിൽ ഓർണിത്തൈൻ കാർബമൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമിൻ്റെ പ്രസൻസിൽ കാർബമൈൽ ഫോസ്ഫേറ്റ് വിൽ കമ്പൈൻ വിത്ത് ഓർണിത്തൈൻ ടു പ്രൊഡ്യൂസ് സിട്രിലിൻ, ആൻഡ് ദെൻ ദിസ് സിട്രിലിൻ വിൽ ബി ട്രാൻസ്പോർട്ടഡ് അക്രോസ് ദി മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ ടു ദി സൈറ്റോപ്ലാസം. ഓക്കെ, ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. കാർബമൈൽ ഫോസ്ഫേറ്റ് വിൽ കമ്പൈൻ വിത്ത് ഓർണിത്തൈൻ ടു പ്രൊഡ്യൂസ് സിട്രിലിൻ. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. എൻസൈം, ഓർണിത്തൈൻ, കാർബമൈൽ ട്രാൻസ്ഫറേസ്, ഇത്രയാണ് ഓർത്ത് വെക്കേണ്ടത്. ദെൻ സിട്രിലിൻ കമ്പൈൻസ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ സൈറ്റോപ്ലാസത്തിൽ സിട്രിലിൻ എത്തും. സിട്രിലിൻ എത്തുന്നതോട് കൂടി കമ്പൈൻസ് വിത്ത് അസ്പാർട്ടേറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. അസ്പാർട്ടേറ്റ് വരുന്നത് ഈ പറഞ്ഞ ക്രബ് സൈക്കിളിൻ്റെ ഒരു ഷണ്ട് സൈക്കിൾ ഉണ്ട്. ഈ പറഞ്ഞ അസ്പാർട്ടേറ്റ്, അതുപോലെ ഫ്യൂമറേറ്റ്, ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു സൈക്കിൾ ഇതിൻ്റെ പാരലായിട്ട് കാണും. അപ്പോൾ അവിടെ നിന്ന് അസ്പാർട്ടേറ്റ് വരും. ഒരു നോൺ പ്രോട്ടിയോജനിക് ആയിട്ടുള്ള അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ആണ് അസ്പാർട്ടേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അമൈൻ ഗ്രൂപ്പാണ് ഇവിടെ രണ്ടാമത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സിട്രിലിനായിട്ട് കമ്പൈൻ ചെയ്യും. ഈ പറഞ്ഞ അസ്പാർട്ടേറ്റ് വിൽ കമ്പൈൻ വിത്ത് സിട്രിലിൻ ഇൻ ദി പ്രസൻസ് ഓഫ് ആർജിനിൻ സക്സിനേറ്റ് സിന്തേസ് എന്നുള്ള എൻസൈമിൻ്റെ സഹായത്തോടു കൂടി ATP യൂട്ടിലൈസ് ചെയ്ത് AMP ആവും. അപ്പോൾ 2 ഓർഗാനിക് ഫോസ്ഫേറ്റ് യൂട്ടിലൈസ് ചെയ്ത് ഒരു ATP യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് 2 ഇനോർഗാനിക് ഫോസ്ഫേറ്റും AMPയും റിലീസ് ചെയ്യും. അതാണ് റിയാക്ഷൻ. ഓക്കെ, സിട്രിലിനോട് പറയാണ് തേർഡ് റിയാക്ഷൻ. സിട്രിലിൻ സൈറ്റോപ്ലാസത്തിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. ഇറ്റ് വിൽ കമ്പൈൻ വിത്ത് അസ്പാർട്ടേറ്റ്. ഓക്കെ, അസ്പാർട്ടേറ്റ് കമ്പൈൻ ചെയ്യും. then in the presence of with the help of the arginosuccinate synthase എന്നുള്ള എൻസൈമാണ്. ഓക്കെ, ആർജിനോസക്സിനേറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ആ പേര് വന്നിട്ടുള്ള എൻസൈമിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഓർത്ത് വെക്കാൻ പറ്റും. എന്താണോ പ്രോഡക്റ്റ് അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണോ റിയാക്ഷൻ നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും അതിൻ്റെ പേര് വരുന്നത്. ഇപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് ആർജിനോസക്സിനേറ്റ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ആർജിനോസക്സിനേറ്റ് ആണ് ബേസ് ചെയ്തിട്ടാണ് എൻസൈം വരുന്നത്. ആർജിനോസക്സിനേറ്റ് സിന്തേസ് എന്നുള്ള എൻസൈം ആണ് ഈ റിയാക്ഷൻ നടത്തുന്നത്. ആൻഡ് യൂട്ടിലൈസസ് ATP which is converted into AMP and 2 inorganic phosphate. Citrulline combines with ATP in the and aspartate in the presence of arginosuccinate enzyme to produce arginosuccinate. ഓക്കെ, arginosuccinate ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അമീൻ ഗ്രൂപ്പ് ഇവിടുന്ന് വന്നു, രണ്ടാമത്തെ അമീൻ ഗ്രൂപ്പ് ഇവിടെയും വന്നു. അങ്ങനെ ആർജിനോസക്സിനേറ്റിൽ ഇപ്പോൾ 2 നൈട്രജൻ ഗ്രൂപ്പും അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. യൂറിയയുടെ 2 നൈട്രജൻ ഗ്രൂപ്പും അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അസ്പാർട്ടേറ്റ് ബ്രിങ്സ് ദി സെക്കൻഡ് എൻ ഓഫ് ദി യൂറി. ഓക്കെ, ഇതിൻ്റെ കുറച്ചും കൂടി ആ സ്ട്രക്ചറൽ ആയിട്ടുള്ള ഇതാണ് കൊടുത്തിരിക്കുകയാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വലിയ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിച്ച് ആണെങ്കിൽ നോക്കണ്ട, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്ട്രക്ചർ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, നാലാമത്തെ സ്റ്റെപ്പിൽ ആർജിനോസക്സിനേറ്റ് എന്നുള്ള പ്രോഡക്റ്റ് സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്. ഓക്കെ, ആർജിനോസക്സിനേറ്റ് will be converted or will split into fumarate and arginine. Okay, fumarate എന്നുള്ളത് ഷണ്ട് സൈക്കിളിലൂടെ ക്രബ് സൈക്കിളിലോട്ട് പോകും. ആർജിനിൻ then will continue into the ഈ പറഞ്ഞ യൂറിയ സൈക്കിളിലോട്ട് തന്നെ തിരിച്ചു കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ആർജിനോസക്സിനേസ് എന്നുള്ള എൻസൈമാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ ഈ നാലാമത്തെ സ്റ്റെപ്പ്. ആർജിനോസക്സിനേസ് will be split into arginine and fumarate with the help of arginosuccinase. Fumarate goes into Krebs cycle. Shunt pathway-lode it goes into Krebs cycle. Arginine continues into step 5. Arginine will be converted, last step on arginine will be converted into ornithine by utilizing water. We step on hydrolysis na vilikam. Last step on arginine will be hydrolyzed to ornithine and urea. Arginine pinne hydrolyze ചെയ്ത് 2
പ്രോഡക്റ്റായി മാറും. നമുക്ക് വേണ്ട യൂറിയയും ആൻഡ് ഓർണിത്തൈൻ. ഓർണിത്തൈൻ ദെൻ വിൽ കണ്ടിന്യൂ ഇൻ ടു ദി സൈക്കിൾ. യൂറിയ സൈക്കിൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ഓർണിത്തൈൻ സൈക്കിൾ കൂടി വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ ആർജിനിൻ വിൽ ബി ഹൈഡ്രോളൈസ്ഡ് ഇൻ ടു യൂറിയ ആൻഡ് ഓർണിത്തൈൻ ഇൻ ദി പ്രസൻസ് ഓഫ് ആർജിനേസ് എൻസൈം. ഓക്കെ, ഓർണിത്തൈൻ റീസൈക്കിൾസ് ടു കമ്പൈൻ വിത്ത് കാർബാമിലോഫോസ്ഫേറ്റ്. നേരത്തെ പറഞ്ഞ കാർബാമിലോഫോസ്ഫേറ്റ് കമ്പൈൻ ചെയ്യാൻ ഓർണിത്തൈൻ പോകും. ഇതാണ് 5 സ്റ്റെപ്പുകൾ. ഓക്കെ, വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ മൈറ്റോകോൺട്രിയൽ മാട്രിക്സിൽ നടക്കുന്ന സ്റ്റെപ്പാണ്. കാർബാമിലോ ഫോസ്ഫേറ്റ് എന്നുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും ബൈ ammonia combining with carbon dioxide in the presence of by utilizing ATP in the presence of carbamyl phosphate. Then carbamyl phosphate will combine with ornithine to produce citrulline in the presence of ornithine carbamylotransferase. Okay, അത് കഴിഞ്ഞ് citrulline cytoplasm വന്നതിന് ശേഷം it will combine with aspartate to produce arginosuccinate by the enzyme arginosuccinate synthase. And in the process it will utilize one ATP producing AMP. Then arginosuccinate will split into fumarate and arginine. Fumarate will go into Krebs cycle and this reaction is catalyzed by arginosuccinase. Then arginine will be hydrolyzed by arginase enzyme to produce ornithine and urea. Urea will be removed through urine. Okay, യൂറിയ സൈക്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഓവറോൾ റിയാക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ 5 സ്റ്റെപ്പിനും വളരെ ചുരുക്കി 5 സ്റ്റെപ്പുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. റിയാക്ഷൻസ് മാത്രമായിട്ട് കാണിച്ചിട്ടുണ്ട്. ദെൻ ഓവറോൾ ആയിട്ട് 2 അമോണിയ ഗ്രൂപ്പ്. ഓക്കെ, 2 അമോണിയ ഗ്രൂപ്പ് ഉണ്ട്. അതായത് ഒന്ന് ദാറ്റ് കംസ് ഫ്രം അമോണിയ. ഓക്കെ, ആൻഡ് 1 കംസ് ഫ്രം ഈ പറഞ്ഞ aspartate. അങ്ങനെ 2 അമീൻ ഗ്രൂപ്പ് ഓർ അമോണിയ ഗ്രൂപ്പ്സ് വരും. ദാറ്റ് വിൽ കമ്പൈൻ വിത്ത് കാർബൺ ഡയോക്സൈഡ് ആൻഡ് യൂട്ടിലൈസസ് 3 ATP. ഫസ്റ്റ് സ്റ്റെപ്പിൽ 2 ATPയും പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ 1 ATPയും. അങ്ങനെയാണ് ആ 3 ATP വരുന്നത്. ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഫസ്റ്റ് സ്റ്റെപ്പിൽ യൂസ് ചെയ്യും. അങ്ങനെ അത് യൂസ് ചെയ്ത് വിൽ ബി കൺവേർട്ടഡ്. ഈ പറഞ്ഞ അമോണിയ വിൽ ബി കൺവേർട്ടഡ് ആൻഡ് aspartate വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു യൂറിയ. 2 ADP, 1 AMP, 3 ഇനോർഗാനിക് ഫോസ്ഫേറ്റ്സ്. ഓക്കെ, അങ്ങനെയാണ് ഓവറോൾ ആയിട്ടുള്ള യൂറിയ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് അബൌട്ട് ഡീഅമിനേഷൻ ആൻഡ് യൂറിയ സൈക്കിൾ. നെക്സ്റ്റ് പ്രോസസ്സിൽ നമുക്ക് സ്ട്രക്ചർ ഓഫ് കിഡ്നി, അതുപോലെ കിഡ്നിയുടെ ഫങ്ഷൻ, എങ്ങനെയാണ് കിഡ്നിയുടെ ഫങ്ഷൻ റെഗുലേറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് നെക്സ്റ്റ് ക്ലാസ്സിലുള്ളത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ കിഡ്നിയുമായി ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ്, അങ്ങനെ 2 ടോപ്പിക്സ് ആണ് പെൻഡിങ് ഉള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ ഡയറക്റ്റ്ലി എന്നോട് ചോദിക്കാം. ഒക്കെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ LMSലും അതുപോലെ ഒരു ഡിസ്കഷൻ ഫോറം ഉണ്ട്, അവിടെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം.